I never knew growing old was so fun, you know. It's because nothing mattered to me during ഈ കഴിഞ്ഞൊരു 8 മാസത്തിനുള്ളിൽ ഗംഗമാലായിട്ട് ഓരോ ദിവസവും ഷൂട്ടിൽ ചെല്ലുമ്പം ദി എൻറ്റയർ വേൾഡ് സ്റ്റോപ്ഡ് ഫോർ മീ. അതായത് നമുക്ക് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടത്തണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവും. അത് വളരെ ഹ്യൂമനാണ്. സോ ഫാർ ഐ ഹാവ് ലോസ്റ്റ് 2 of my co-actors. ഇവരുടെ കൂടെയാണ് you've created a world. So it's very difficult for me to think of them in the past or that they're not there. ഒരേ ഒരു drawback to this profession is that it's not easy to meet people because they already have an idea of you. Hello and welcome everybody to our show. Our guest needs no introduction. Parvathy Thiruvothu. Parvathy, welcome to our show. Thank you, Dhanya. You know, this is out to those bunch of people ഒരു anecdote ആണ് പാർവതി. എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫ്രണ്ട്, അദ്ദേഹം ഡിന്നറിന് പോയപ്പോൾ അടുത്ത ടേബിളിലിരുന്ന് ഒരു ബഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ് were sitting and having a chat. ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഓവർ ഹിയർ ചെയ്തു. കേട്ടത് അയാമിൽ എന്നാണ് പാർവതി വരുന്നതെന്ന്. And they were actually having a conversation and he sent me a text immediately saying, Parvathy eppadana kondirunnu. So here she is and I'm so happy to have her. Thank you. I have wondered when I will be coming, when you might call me. And then I realized that Instagram never let me see those messages because I love your interviews, right? Like, I think my favorite is the Supriya because I've met Supriya, but then Supriyയുടെ ആ ഒരു വശം നമ്മളെല്ലാവരും കണ്ടിട്ടില്ല. പക്ഷേ the questions are beautiful. The way everyone feels so safe is so beautiful. So I was like, when will I get called? Why am I not? And then നോക്കിയപ്പോൾ കുറേ തവണ വിളിച്ചു and then I missed the messages. I'm very sorry. That's a lot of pressure on me right now, Parvathy. But yes, have fun. Let's just have some fun. Yes. Let's just take it that way. Absolutely. You know, ഞാൻ തങ്കലാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ I think somewhere പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു. ആൻഡ് ദാറ്റ്സ് ദ മൂവി വിച്ച് വി ആർ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1-2 ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുള്ളൂ. നോർ ഫെയിം, നോർ മണി, നോർ ലവ്, ഓൺലി ട്രൂത്ത് പ്രിവെയിൽസ് ആൻഡ് ദാറ്റ്സ് തങ്ലാൻ ഫോർ യു. എവിടെയോ പറയണമെന്ന് ഞാൻ കണ്ടു. ടെൽ മി അബൌട്ട് ഇറ്റ്. എനിക്ക് ഈ വരിയുടെ അർത്ഥം മനസ്സിലായില്ല. I think my character Gangamal spoke through me when I said that. 17 വർഷം കഴിഞ്ഞു സിനിമയിൽ വന്നിട്ട്. 2005. സോ ഔട്ട് ഓഫ് സിലബസിൻ്റെ ഷൂട്ടിംഗ് വെച്ച് തുടങ്ങുന്നത് നോക്കുകയാണെങ്കിൽ അത്രയും കാലമായി. ആൻഡ് പല ഇറ്ററേഷൻസ് ആണല്ലോ, പല ഫേസസിലൂടെ മലയാളം ഇൻഡസ്ട്രി കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതിൽ നിന്ന് ഡിജിറ്റൽ ഏജിലേക്കുള്ള പോക്ക്, സോഷ്യൽ മീഡിയ ഇല്ലാതെ സോഷ്യൽ മീഡിയ വരുന്ന ഒരു ഫേസിലേക്ക്, ഇതിലേക്കൊക്കെ എത്തുമ്പം ഞാനും ഒരുപാട് വേർഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഐ വാസ് ജസ്റ്റ് സെയിങ് ബിഫോർ, I never knew growing old was so fun, you know. പക്ഷേ ഒരു നടി എന്ന നിലയിൽ നമുക്ക് എന്ത് കഥാപാത്രമാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും, എനിക്കറിയില്ല. അടുത്ത കഥാപാത്രമാണ് മൈ മോസ്റ്റ് അവൈറ്റഡ് കഥാപാത്രം. എനിക്ക് എങ്ങനത്തെ ആയിരിക്കണം എന്ന് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കുറേ കാലമായിട്ട്. അങ്ങനെ പാരഞ്ജിത്തിൻ്റെ കോള് വന്നപ്പം അത് ചടപടേന്നായിരുന്നു പെട്ടെന്ന് കോൾ വന്നത്. അവരും ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു മാസങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ എൻ്റെ നമ്പർ ഇല്ലാത്ത കയ്യിലുണ്ട്, എൻ്റെ ഇമെയിലെല്ലാം എന്ത് പറ്റി? ഇല്ല ഇപ്പം തന്നെ ഫോൺ എടുക്കണം. അപ്പം പലവരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് ഫോൺ എടുക്കൂ, പാരഞ്ജിത്ത് വിളിക്കുന്നുണ്ട്. ആൻഡ് ദ തിങ് ഈസ് ഹിം ആൻഡ് ഐ ഹാവ് സ്പോക്കൻ ഇതിന് മുമ്പും വേറെ 2 പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ട് ഇറ്റ് ഹാസ് നോട്ട് വർക്ക്ഡ് ഔട്ട്. സോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ടു വർക്ക് വിത്ത് ഹിം. അങ്ങനെ കഥ പറഞ്ഞപ്പോഴും എനിക്കും ഫുള്ളായിട്ടങ്ങ് തിരിഞ്ഞില്ല എന്താണ് കഥാപാത്രം. ശരി, കുഴപ്പമില്ല, ലീപ്പ് ഓഫ് ഫെയ്ത്ത് യു ടേക്ക് വിത്ത് സം ഡയറക്ടേഴ്സ്, യു ജസ്റ്റ് ജംപ്. ആൻഡ് ഐ വെൻറ്റ്. I didn't know I was jumping deep within to myself by taking up this character. Okay. Gangamal എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഒരു 17th century ആ സമയമാണ് നമ്മൾ പറയണത്. അറ്റ് ദാറ്റ് ടൈം അപ്പോൾ ഉള്ള സ്ത്രീകളുടെ ഹിസ്റ്ററി നമ്മൾ കേട്ടിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല. സോ ഹൗ ഡു യു ക്രിയേറ്റ് ഹിസ്റ്ററി ദാറ്റ് യു ഡോണ്ട് നോ അബൌട്ട് വിമൻ ഹു ലിവ്ഡ് എ പെർട്ടിക്കുലർ ലൈഫ്, ഹാഡ് എ സർട്ടൻ ഇമ്പാക്റ്റ് ഇൻ അവർ സൊസൈറ്റി? പക്ഷെ അങ്ങനെ നമ്മൾ അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ളൊരു റിസർച്ച് അങ്ങ് തുടങ്ങി വിത്ത് രഞ്ജിത്ത്, വിത്ത് ഹിസ് ടീം. ആൻഡ് ഞാനത് പറയുന്നത് മോർ ദാൻ ട്രൂത്ത്, മോർ ദാൻ മണി, ട്രൂത്ത് പ്രിവെയിൽസ് എന്ന് പറയുന്നത് വാസ് ആക്ച്വലി എ കോട്ട് ദാറ്റ് റിമ ഹാഡ്
sent to me, which I then used on my caption, is because nothing mattered to me during ഈ കഴിഞ്ഞൊരു 8 മാസത്തിനുള്ളിൽ ഗംഗമാലായിട്ട് ഓരോ ദിവസവും ഷൂട്ടിൽ ചെല്ലുമ്പം ദി എൻറ്റയർ വേൾഡ് സ്റ്റോപ്ഡ് ഫോർ മീ. ഈ സ്ത്രീനോട് കാണിക്കേണ്ട റെസ്പെക്റ്റും അതിൻ്റെ ആ ഒരു ഫുൾ ജസ്റ്റിസോടെ പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രം ബിക്കെയിം മൈ ഓൺലി ഫോക്കസ്. ഒരു ത്രെഡ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിലായിരിക്കുമല്ലോ ബിൽഡപ്പ് ചെയ്തത്. ആ ത്രെഡ് ഒന്ന് പറയാൻ പറ്റുമോ? I can tell you. Gangamal is a mother. Okay. So now I'm not a mother. I can say I'm a dog mom, but I'm not a mother to a human child. So Ranjithinte ആദ്യത്തെ line to give me is that Gangamal അമ്മയാണ്. So now how you take it is up to you. Which was great. Because അത് രഞ്ജിത്തിൻ്റെ വേർഷൻ ഓഫ് അമ്മയല്ല, അല്ലാതെ സ്ക്രിപ്റ്റിൽ കാണിക്കുന്ന അമ്മയുടെ അതേ ഒരു അതെടുത്ത് വെച്ച പോലെ കാർബൺ കോപ്പിയും അല്ല ഉദ്ദേശിച്ചത്. അമ്മയ്ക്ക് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് എന്നുള്ളതിലേക്ക് പോയി ഞാൻ. സോ ഹൗ മെനി വേർഷൻസ് ഓഫ് എ മദർ കെൻ ഐ ബി? എനിക്ക് ആ നോട്ട്ബുക്ക് ഒന്ന് കാണണം. ആ റിസർച്ചിൻ്റെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, എല്ലാം കുത്തിക്കുറിക്കുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടല്ലോ. That would be fascinating a read. I wish I had, മറ്റേ നമ്മുടെ മാത്യു മക്കോണി പറയുന്ന പോലെ ഒരു പ്രോപ്പർ ബുക്കൊക്കെ വെച്ചിരുന്നെങ്കിൽ. എൻ്റെത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെ ഇവിടെ ഉണ്ടാവും, ഇപ്പുറത്ത് ബാക്കിലുണ്ടാവും, അവിടെ ഉണ്ടാവും, ടിഷ്യൂ പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് വി ഹാവ് ബീൻ ടോൾഡ് സോ മച്ച്. നമ്മൾ സ്ത്രീകളായിട്ട് സ്ത്രീ ഒരു അമ്മയാവുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നതെന്ന് പറയും. ചിലവർ പറയും നമ്മൾ ചൈൽഡ് ഫ്രീ ഓർ ചൈൽഡ്ലെസ്, വാട്ട് എവർ terminology is comfortable for them, അതാണ് കംഫർട്ടബിൾ എന്ന് പറയും. ഇതിനൊക്കെ ഉപരി there is a state of mind that is a mother or that is a parent, that is a nurturer. It's a state of mind for me. At least that's where I have you drew inspiration from. Yeah, so you see that in Gangamal. And I saw Kadak Singh. You did. And I saw Doot also. Amazing. അപ്പോൾ Kadak Singh കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് മിസ് കണ്ണൻ ഒരു ക്വർക്കി ക്യാരക്ടറാണ്. There's something quirky about her. ആ quirkiness അത് a part of the script ആയിരുന്നു, or is it something you added to it or the director added to it? How did അതെങ്ങനെയാണ് വന്നത്? It was all improvisation. See, obviously കഥയിൽ നടക്കുന്ന സീൻസ് ഒക്കെ അതേപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റൈറ്റർ റിതേഷ്, ഡയറക്ടർ അനിരുദ്ധ റോയ് ചൗധരി, ഇവർ രണ്ടുപേരും എന്നോട് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ ഐ സെഡ് മെയിൻ നാരേറ്റീവിൻ്റെ ഭാഗമല്ല അല്ലല്ലോ, അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതും പതിവില്ല. കാര്യം കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറെ പാർവതിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നും ചില ഒരു തെറ്റിദ്ധാരണയുണ്ട്. ബട്ട് സംടൈംസ് വളരെ മുണ്ടീനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും കോൺസിക്വൻഷ്യൽ ആവുക നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ വരുന്ന ചേച്ചിയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ചേട്ടൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എനിക്ക് എന്ത് തരത്തിലുള്ള ഗ്രോസറിയാണ് ഇഷ്ടം എന്നുള്ള. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ നിർണ്ണയിക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഒരു അംനീഷ്യ അല്ലെങ്കിൽ റെട്രോഗ്രേഡ് അംനീഷ്യ ഉള്ള ഒരു പേഷ്യൻറ്റും ഹെഡ് നേഴ്സും തമ്മിലുള്ള ഡൈനാമിക് വളരെ നേർച്ചറിങ് ആണ്. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ ഗോ നെഗറ്റീവ്ലി, റൈറ്റ്? ലൈക്ക് ഇഫ് ഷീ ഈസ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ പേഴ്സൺ, ഇയാളുടെ എക്സ്പീരിയൻസ് ഓഫ് ഹീലിംഗ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. സോ ഐ വാസ് വെരി ഹാപ്പി ടു സീ ഒരു സ്ക്രീൻ പ്ലേയിൽ വളരെ യൂഷ്വൽ സസ്പെക്ട്സ് അല്ലാത്ത ഒരു കോൺസിക്വൻഷ്യൽ ക്യാരക്ടർ എഴുതി അത് എൻ്റെ അടുത്ത് എത്താൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കായിരുന്നു. പിന്നെ മിസ് കണ്ണൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മീറ്റിങ്സിൽ, ഇപ്പം ഞാൻ ഇവിടുത്തെ ചേർച്ചിലൊക്കെ പോയിട്ടാണ് പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. സോ ദാറ്റ് അതൊന്നും അവിടെ ചിലപ്പോൾ കിട്ടില്ല. അപ്പം നാട്ടിലെവിടെയാണ് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ചില ദൈവനാമത്തിൻ്റെ പുസ്തകങ്ങളും റോസറീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ നമ്മൾ പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിന് യൂസ് ചെയ്തു. അതേപോലെ പങ്കജ് ത്രിപാഠിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വാസ് oh my god, one of my favorite actors. I was just coming to that. What stays with you? ഇത് കഴിഞ്ഞിട്ട് എന്താണ്? What do you hold, cherish about Pankaj Tripathi? Oh my god, flow. ഒഴുകാണ് മൂപ്പർക്ക്. there is nothing, even his own, അതായത് നമുക്ക് തന്നെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നടത്തണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവും. അത് വളരെ ഹ്യൂമനാണ്. അതിനെ എല്ലാ ദിവസവും തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് സിംഗിൾ മൈൻഡഡ് ഫോക്കസിലാണ്. ദാറ്റ് ഞാൻ ഒരു രീതിയിലുള്ള എൻ്റെ തന്നെ ചട്ടക്കൂടുകളിലും ഞാൻ പെടാൻ പാടില്ല.
സോ ഭയങ്കര ഇത്രയും ഓപ്പൺ മൈൻഡും ഒരു ഓപ്പൺ ഹാർട്ടും ഉള്ളൊരു വ്യക്തിയായിട്ട് തന്നെ അങ്ങനെ ഒരാളെ കിട്ടിയാൽ വളരെ നല്ല കാര്യം. ഒരു ആക്ടർ, ഒരു കോ ആക്ടറായിട്ടൊരു സീനിൽ കിട്ടിയാൽ നമ്മളുടെ ഇങ്ങനെ പോഴ്സൊക്കെ ഓപ്പണാവും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ദാറ്റ് കോൺവെർസേഷൻ? വി ഡിഡ്ന്റ് ടോക്ക് അബൌട്ട് പ്രോസസ്. സംടൈംസ് യു വുഡ് ബി ടോക്കിംഗ് അബൌട്ട് ഏതെങ്കിലും പഴയൊരു ഹിന്ദി പാട്ടായിരിക്കും മൂളിക്കൊണ്ടിരിക്കുക. നമ്മൾ ടേക്കിന് തൊട്ട് മുമ്പേ നാം ഗും ജായേഗ ഏതെങ്കിലും പാട്ട് ഇങ്ങനെ പാടും. ഓ ആക്കോ വോ ബി പത്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ കുറച്ച് പാടും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജുഗൽബന്ദിയാണ് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിലും. അത് ഫുള്ള് ഇപ്പോൾ ധന്യ കണ്ടിട്ടുണ്ട്. സോ യു നോ ദാറ്റ് our give and take was not planned. Most of it was just ഞാൻ എന്തെങ്കിലും ഇടും, മൂപ്പർ അതെടുത്തിട്ട് വേറൊരു സംഭവമാക്കിയിട്ട് തിരിച്ചു വരും, പിന്നെ ഞാനതെടുക്കും, ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇത് പിടിച്ചു നോക്കും. സോ ഇറ്റ് വാസ് എ ഗെയിം. ആൻഡ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ അത് എൻജോയ് ചെയ്തത് നമ്മുടെ ഡയറക്ടറാണ്. കാരണം ഡയറക്ടർ പറയും നിങ്ങളങ്ങ് ഏറ്റെടുത്തോളൂല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ വേറെ റൂമിൽ പോയിരുന്നിട്ട് അതിങ്ങനെ നോക്കും. ആൻഡ് ഹീസ് എൻജോയിങ്. എന്തെങ്കിലും ശ്രുതി ഒന്ന് തെറ്റിപ്പോയാൽ മാത്രം വന്നിട്ട് പറയും അത് കുറച്ചൊന്ന് ഇങ്ങനെ ചെയ്യും, ലൈക്കറി കർത്ത് എന്ന് പറയും. ലൈക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രവൈസേഷൻ എന്ന് പറയാം. ഒരു ബംഗാളി വാക്കാണ് എന്ന് തോന്നുന്നു, അത് മുമ്പ് ഉണ്ടാക്കിയതാണെന്ന് പോലും അറിയില്ല. അല്ല, അതിൻ്റെ ഒരു ഭയങ്കര രസം ഉണ്ടായിരിക്കും, എസ്പെഷ്യലി വിത്ത് ആൻ ആക്ടർ ആസ് വെർസറ്റൈൽ ആസ് ഹിം. ഞാൻ പറയട്ടെ തന്നെ, ഞാൻ എത്ര സിനിമ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല, ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ 18 years 18 years ഇത്രയും സിനിമകളിൽ നല്ല കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹോൾസം എക്സ്പീരിയൻസ് എനിക്ക് കടക് സിംഗ് എന്നാണ് കിട്ടിയത്. ആൻഡ് പ്രോബബ്ലി അതിനെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആലോചിച്ചത്. സെക്കൻഡ് തോട്ട്സ് ഉണ്ടായിരുന്നു, ഷുഡ് ഐ ടേക്ക് ഇറ്റ് ഓർ ഷുഡ് ഐ നോട്ട്? ഐ സെഡ് നോ ഫസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു സർ എനിക്ക് ശരിക്കും കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്, മേ ബി വേറൊരു പ്രോജക്റ്റ്. സോ ഹാപ്പി ദാറ്റ് ഹി കൺവിൻസ്ഡ് മീ. ഹി സെഡ് ജസ്റ്റ് കം, നോ വിൽ ഹാവ് എ ഗുഡ് ടൈം ഫോർ ഷുവർ. അനദർ ഫേവറേറ്റ് ആക്ടർ, ഇൻഫാക്ട് വളരെ അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു, Irfan Khan. And I have barely met anybody who's worked with him and seen him in person. ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. പാർവതി, could you just share some memory with him? I think so far I have lost 2 of my co-actors. Okay. I have lost Irfan sir and Puneet. And I have not been able to talk about it. I just I want to, പക്ഷേ ഇവിടെ ഒരു കട്ടയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരില്ല. ഉമിനീരിറക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവരുടെ കൂടെയാണ് യു ക്രിയേറ്റഡ് എ വേൾഡ്. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു തിങ്ക് ഓഫ് ദെം ഇൻ ദ പാസ്റ്റ് ഓർ ദാറ്റ് ദേ നോട്ട് ദെയർ. എന്തുകൊണ്ടോ അവരെ പറ്റി സംസാരിക്കാതിരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അവരിപ്പോഴും ഉണ്ട്. വി ജസ്റ്റ് ഹാവൻ മെസ്സേജ്ഡ്, വി ജസ്റ്റ് ഹാവൻ കോൾഡ് എന്നുള്ളൊരു തോന്നലിരിക്കും. I still haven't recovered from the news of them passing. It just doesn't seem real. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഇവരുടെ കൂടെ അഭിനയിക്കുന്നതിന് മുമ്പേ ഞാൻ വരാം, ഇർഫാൻ സാറിനെ പറ്റി പറയാം. when you think about ശ്രീവിദ്യാമ്മ, you think about വേണു സർ, അവരൊന്നും പോയി എന്ന് തോന്നില്ലല്ലോ. കാര്യം they have just immortalized themselves on screen. So much so that even if I have only worked with Venu sir in one film, or actually 2 films, Puru included, they are there. Lalita, everyone's there, So it's important to always note, I feel, ki അതാണ് നമുക്ക് ഈ ആർട്ടിൽ കിട്ടുന്ന ഒരു ഇമ്മോർട്ടലൈസിങ് ഇഫക്റ്റ്. ആൻഡ് I would love that about myself. Probably the only way I would like to be remembered is through my work. The rest of it doesn't matter. But Irfan sir, he used to say this thing, abhi to sirf shuruaat hai. Abhi to sirf shuruaat. Throughout the shoot, not just to me. Ade ippathe thodangiyitalle ullu ennu parayam. And that's very bittersweet, isn't it? Because he had to leave soon after, but what a way to live, right? What a way to live. Every day you wake up and you say thodangiyitalle ullu. അപ്പം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഈ ട്രാപ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും. ബിക്കോസ് ദെൻ യു ആർ ലൈറ്റ്, യു ആർ ട്രെഡിങ് സോഫ്റ്റ്ലി ത്രൂ യുവർ ലൈഫ്. ഒരു ഭാരവും തലയിലും മുതുകത്തും എടുത്ത് വയ്ക്കാണ്ട് സോഫ്റ്റ്ലി. ആൻഡ് വെരി സിമിലർ അപ്രോച്ച് ഐ ഹവ് സീൻ ഇൻ പങ്കജ് ജി ഓൾസോ, ബൈ ദ വേ. ബിക്കോസ് ഹീസ് ലൈക്ക് ഏറ്റവും വലിയ ഫെയിലിയർ നമ്മൾ നമ്മുടെ തന്നെ ചട്ടക്കൂടിൽ പെട്ടുപോകുമ്പോഴാണ്.
അത് വളരെ എളുപ്പമാണ്. അതിങ്ങനെ sediments start depositing. You have to constantly remove them. എനിക്ക് റിമയുടെ കാര്യം ഓർമ്മ വരുന്നു. Unlearner is her bio also is unlearner, right? Yeah. ഞാൻ പല ഇൻ്റർവ്യൂസ് കണ്ടിട്ട് ഞാൻ കുറേ വാക്കുകൾ പഠിച്ചു. ഓഫ് കോഴ്സ് ആന്ത്രോപോളജിക്കൽ, ദെൻ റിസർച്ച്, ആൻഡ് ദെൻ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ് ഇസ് സ്റ്റെല്ല ആഡ്ലർ. കാരണം ഞാൻ സ്റ്റാനിസ്ലവസ്കി കേട്ടിട്ടുണ്ട്, പക്ഷെ സ്റ്റെല്ല ആഡ്ലർ എനിക്കറിയില്ലായിരുന്നു. ഐ മീൻ ഐ നോ ഷീ ഈസ് ബിഗ്, പക്ഷെ ഞാൻ അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിബഡി ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് ഷുഡ് ലുക്ക് ഹർ അപ്പ്. I think, Stella Adler, Meisner, there are different ways to say his name. Uta Hagen. Okay. Uta Hagen is important. So, I mean, I can keep talking about them. I get very excited when you say their names. So tell me, ഇവരെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഈ ട്രെയിനിങ് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ ആസ് എൻ ആക്ടർ, ഈ ബുക്സിലൂടെയും ഇതിലൂടെയാണോ? ഹൗ ഡിഡ് യു ട്രെയിൻ യുവർ സെൽഫ് ആസ് എൻ ആക്ടർ? കാരണം തുടക്കം മുതലേ യുവർ പെർഫോമൻസസ് ഹസ് ബീൻ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഇംപ്രൂവിങ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പഠനം എങ്ങനെയാണ് നടക്കുന്നത്? ഒരുപാട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് നോട്ട്ബുക്കാണ് അത് ഇൻസ്റ്റിൽ ചെയ്തത്. സോ നോട്ട്ബുക്കിൽ റൈറ്റേഴ്സും ഡയറക്ടറും കോൺസ്റ്റൻ്റ്ലി, ബിക്കോസ് വി വർ ന്യൂ കമേഴ്സ്, നമ്മൾ പുതിയ സിനിമകൾ അല്ലെങ്കിൽ പഴയ സിനിമകൾ ക്ലാസിക്സ് കാണിക്കുമായിരുന്നു. ആൻഡ് ഒരു രീതിയിലുള്ള ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നമ്മൾ എന്താ കാണുന്നതെന്ന് പോലും അറിയില്ല. ചിലതൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും, ചിലതൊക്കെ, പക്ഷേ ദാറ്റ്സ് ഹൗ യു എക്സസൈസ്, ഒരു മസിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ പതുക്കെ നമ്മുടെ തന്നെ പെർസ്പെക്റ്റീവ്സ് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഇത് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, അവർ കണ്ടത് വേറെ. സോ ബേസിക്കലി ഒരു ഷോർട്ട് കോഴ്സ് ഇൻ ഹൗ ടു ക്രിട്ടീക്ക് എ ഫിലിം ഓർ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് എ ഫിലിം. അത് കഴിഞ്ഞിട്ട് നോട്ട്ബുക്ക് കഴിഞ്ഞ് പോയപ്പോൾ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. സിനിമ കാണുക, പിന്നെ സൗണ്ട് ഇല്ലാതെ കാണുക. സോ ദാറ്റ് യു ആർ മോർ നൗ അവെയർ ഓഫ് ദ ലൈറ്റിംഗ് ആൻഡ് ദി എഡിറ്റിംഗ് ആൻഡ് even more aware of the acting differently. Because sound അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും your other senses come into action, right? Films without subtitles obviously is a big, I still try to watch without subtitles even if it's another language. ഇങ്ങനത്തെ കാര്യങ്ങൾ it's all coming from curiosity തന്നെ. Curiosity is the big word, right? Because you're like, the brain has so much potential. It is so easy to be complacent. So you continue to watch films. അതൊന്ന്. പിന്നെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത് obviously is my one true stop of educational institution is read any and all books. Because എന്ത് പറഞ്ഞാലും നമ്മളുടേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് അതിൽ നിന്ന് പുറത്തേക്ക് വരും. You might agree, you might disagree, you might be confused. Whatever it is, it's good. Better than being an idle mind. Then you get swayed, then you get influenced and all of that. So I think I started reading all these books first. പതുക്കെ അത് സിനിമകളിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ചില സിനിമകളിൽ അപ്ലൈ ചെയ്തത് അടുത്ത സിനിമകളിൽ വർക്കാവാതെ തുടങ്ങി. What I really missed ഇപ്പോൾ ഉള്ളത് is a community of actors. ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കഴിയുന്ന സമയത്തും ഇങ്ങനെ എനിക്കിപ്പം പലവരുടെ അടുത്ത് ഇപ്പം കളക്റ്റീവ് ഉണ്ട്. സോ ദർ ആർ സോ മെനി ആക്ടേഴ്സ് ദാറ്റ് എനിക്ക് ഇരുന്നിട്ട് ആക്ച്വലി നമ്മളുടെ ഓരോരുത്തരുടെ ടെക്നീക്സിനെ പറ്റി ആക്ച്വലി സംസാരിക്കാം. അതെങ്ങനെയാണ്, അങ്ങനത്തെ ഒരു സീൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും, വാട്ട് ഈസ് യുവർ അപ്രോച്ച് എന്ന് ചോദിക്കാം. പണ്ടൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഗാർഡിങ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പം ആൾക്കാർ ഇതിലൂടെ ഓപ്പൺ ആണ്. ആൻഡ് ഐ തിങ്ക് ദർ ഇസ് ലെസ് ഷെയിമിങ് ഓൺ മെത്തേഡ് ആക്ടിങ് നൗ. പണ്ട് ഈ മെത്തേഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടും. ആൻഡ് ഐ തിങ്ക് ദർ ഇസ് എ ബാഡ് റെപ്പ് ഫോർ മെത്തേഡ് ബിക്കോസ് ദേ ഹാവൻറ്റ്, either people have done method very wrongly. You started off with method and then you moved on. I genuinely, I still don't know what people mean when they say method. Methodന് ബാഡ് റെപ്പ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും മിസ്ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ബാഡ് റെപ്പ് വന്നിരിക്കുന്നത്. Now I have been in the trance of characters. ഞാൻ ആരെയും മിസ്ട്രീറ്റ് ചെയ്തിട്ടില്ല on set. I have been respectful and all. So there is a difference. It's a technique nevertheless. സോ എനിക്കെല്ലാം മെത്തേഡാണ്. എനിക്ക് സ്റ്റെല്ല ആഡ്ലർ ട്രൈ ചെയ്തിട്ടുണ്ട്, മീസ്നർ ട്രൈ ചെയ്തിട്ടുണ്ട്, സ്റ്റാനിസ്ലവസ്കി ട്രൈ ചെയ്തിട്ടുണ്ട്, ഊട്ടാ ഹേഗൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓൺ കൺകോക്ഷൻ ഓഫ് ഓൾ ദിസ് ട്രൈ ചെയ്തിട്ടുണ്ട്. വാട്ട് എവർ വർക്ക്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈസ് എ ഡയറക്ടർ ഗെറ്റിംഗ് ദാറ്റ് ഷോട്ട്. എം ഐ ഏബിൾ ടു റീച്ച് ദെയർ? ഐ വിൽ മിക്സ് എനിത്തിങ്. അപ്പോൾ ഞാൻ പാർവതിയുടെ ഈ ഒരു റിസർച്ചിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്. വേ യു ലുക്ക് അറ്റ് എ ക്യാരക്ടർ, അതിനൊരു ബാക്ക് സ്റ്റോറിയും ഫ്രണ്ട് സ്റ്റോറിയും എല്ലാ സ്റ്റോറീസും കാണും, നമ്മൾ സ്ക്രീനിൽ കാണാത്ത സ്റ്റോറീസ്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിൽ നിന്ന് ഏതെങ്കിലും അങ്ങനെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഫോർ യു? ജസ്റ്റ് ക്യൂരിയസ്.
ഇങ്ങനെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു കഥ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആൻഡ് വിച്ച് ഇസ് ബിസാർ ഡയറക്ടേഴ്സിന് പോലും അറിയില്ല? So there are all these wonderful characters that I have done. Most of it എനിക്ക് ഈ സ്ക്രിപ്റ്റിൽ നിന്ന് തന്നെ കിട്ടും, ബാക്ക് സ്റ്റോറീസിൻ്റെ പല ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ സീനിന് തൊട്ട് മുമ്പ് എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എഴുതി വയ്ക്കുക. അതായത് സീൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്കൊരു ലൈഫ് ഉണ്ടാവുമല്ലോ. അതായത് ഏത് റൂമിൽ നിന്നാണ് എൻ്റർ ചെയ്തത്, അപ്പോൾ ഓക്കെ ഈ റൂമിൽ നിന്ന് അന്നു എൻ്റർ ചെയ്യുന്നു, അപ്പോൾ ആ റൂമിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നെനിക്ക് അറിയണം. കാര്യം അത് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാവും. സോ അതൊക്കെ പിന്നെയും ഡയറക്ടേഴ്സിൻ്റെ കൂടെ സംസാരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഐ ടെൽ യു അബൌട്ട് തങ്കലാൻ. സോ തങ്കലാനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗമാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹാസ് എ കണക്ഷൻ ടു ദ other world. Like she gets messages or she has a connection to God. Now I have my own belief system, right? എനിക്കറിയില്ല അതെന്താണെന്ന്. പക്ഷേ ഗംഗമാൾ അതാണ്. ഗംഗമാളിന് ഉള്ളിലേക്ക് മെസ്സേജസ് വരുമ്പം ഷീൽ കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് എ സർട്ടൻ വേ. സോ അതൊരു ട്രാൻസാണ്. ഓക്കെ. ആ ട്രാൻസ് കയറുക എന്ന് പറയുന്നത് എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. മേ ബി യൂട്യൂബ് വീഡിയോ കുറേയൊക്കെ എടുത്ത് കണ്ടു നോക്കിയിട്ടുണ്ട്, കുറച്ച് പേര് അങ്ങനെ ആ ഒരു ട്രാൻസിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഐ ഹാവ് നോ ഐഡിയ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ അതിൽ നമ്മൾ അറിയാത്തൊരു കാര്യം ഡയറക്ടറിന് പറഞ്ഞു തരാനും ഫുള്ളായിട്ട് താല്പര്യമില്ല. കാര്യം എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലിമിറ്റഡ് ആയി പോവും. യു ടേക്ക് ഇറ്റ് ആൻഡ് റൺ വിത്ത് ഇറ്റ്. സോ ഐ ക്രിയേറ്റഡ് ഭയങ്കര അതർ വേൾഡി സ്റ്റോറീസ് അബൌട്ട് ഇറ്റ്. അതായത് like Marvel universe, you know, like characters, gods, how it enters the system, what I feel on my skin. Possession pole thane. Possession pole, പക്ഷേ I feel like that is limiting, right? I feel like you stop becoming human. You stop becoming human. You don't have a skin. You don't feel your body anymore. Yeah. You become consciousness. Yeah. അപ്പോൾ എനിക്കത് എത്ര എൻ്റെ രീതിയിൽ എനിക്ക് വേണമെങ്കിൽ അതിനെ കുറച്ച് ഫിലോസഫൈസ് ചെയ്യാം. പക്ഷെ പെർഫോം ചെയ്യുമ്പോൾ അത് ഫിസിക്കലാണ് ആ പെർഫോമൻസ്. സോ ഞാൻ ക്രിയേറ്റ് ചെയ്ത കഥകൾ രഞ്ജിത്തിന് അറിയേയില്ല. ലൈക്ക് വെൻ യു ഐ ഹോപ്പ് വെൻ പീപ്പിൾ വെൻ ദേ ആർ വാച്ചിങ് ദ പെർഫോമൻസ് ദേ ഗെറ്റ് വാട്ട് രഞ്ജിത്ത് വാണ്ടഡ് ഇറ്റ് ടു ബി. പക്ഷേ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഈ കഥയിൽ വരുന്ന സമയത്ത് ഞാൻ ഹ്യൂമൻ അല്ല. ഐ മൈറ്റ് ബി എൻ ഏലിയൻ. I might have friends who are aliens who are talking to me when I'm performing all that. പക്ഷേ ഇതൊന്നും എനിക്ക് it will be very weird if I tell them all these things because they'll be like ഇതല്ല, പക്ഷേ കഥ ഇതല്ലായിരുന്നു പാർവതി എന്ന് പറയുമവർ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ടു സീ വാട്ട് യു ക്രിയേറ്റ് വിത്ത് യുവർ പെൻ ആൻഡ് വിത്ത് യുവർ വിഷ്വൽ മാജിക്. എനിവേ വിൽ talk about that at a later point maybe. Yes. That brings me back to the question about books. ബുക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആക്ടിങ്ങിൻ്റെ പ്രോസസ്സിൽ ബുക്സ് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് റെഗുലർലി? കാരണം എനിക്കറിയാം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പാർവതിയെ 10 വർഷം മുമ്പ് കാണുന്നത് ഞാനൊരു ഓഥറിൻ്റെ ബുക്ക് ലോഞ്ചിലായിരുന്നു. ആൻഡ് ആ സമയത്ത് ഒരു ഷോള് പൊതിച്ച് ഷീ വാസ് ഓൾറെഡി ആൻ ആക്ടർ. ഷോൾ വിത്ത് കണ്ണാടിയും വെച്ച് ഒരു ബുക്കും എടുത്തൊരു കോർണറിലിരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ആ സമയം പോലും വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആളാണ്. സോ ഐ നോ ഹൗ ഫാസിനേറ്റഡ്, ഇത് വെറുതെ പറയാൻ വേണ്ടിയല്ല, ഐ നോ ഹൗ ഷീ ഈസ് ഒബ്സെസ്ഡ് വിത്ത് ബുക്സ്. അതിന് ശേഷം ഞാൻ ഐ മെറ്റ് യു വൺസ്. അത് ഞാൻ പിന്നീട് പറയും. Sea of Poppies, right? Yeah, we met for Sea of Poppies. I think I was very nervous because I wanted to go and get his sign. And I was like, I was hoping to read through different parts of it to be able to have a conversation also. അതുകൊണ്ടായിരുന്നു ഞാൻ ഭയങ്കര diligent ആയിട്ട് അതിൽ തന്നെ ഇരുന്നത്. And what a world he creates. I think everything is nurtured through a few things, just 4 or 5 things in life, right? Like touch, hug, can't, underestimate the power of it. Somebody listening to you, being there to just listen without offering solutions. Breathing, like you realize how much എത്ര പ്രശ്നങ്ങളാണ് നമ്മൾ ഒന്നത് ചെയ്താൽ തന്നെ മാറാവുന്നത്. അതുപോലെയാണ് ഒന്നാണ് പുസ്തകം. ഭക്ഷണം, പിന്നെ പുസ്തകം. പുസ്തകം ബിക്കോസ് എനിക്കിപ്പം ഉറങ്ങണമെങ്കിൽ എനിക്ക് പുസ്തകം വായിക്കാം. എനിക്ക് ഉണരണമെങ്കിൽ ഉള്ളിൽ പുസ്തകം വായിക്കാം. എനിക്ക് ഒരു സങ്കടത്തിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ അതിലൊരു വഴികാട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ പുസ്തകങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മറ്റുള്ള ആൾക്കാർ എഴുതിയ അവരുടെ സൈക്കിയിൽ നിന്ന് വന്ന ലോകങ്ങൾ,
എനിക്ക് ഇതിനേക്കാളും വലിയൊരു നെറ്റ്വർക്കിംഗ് ഐ ഡോണ്ട് നോ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ പിന്നെ ഐ തിങ്ക് ഇറ്റ് ഇസ് സിംഗിൾ ഹാൻഡഡ്ലി ദ മോസ്റ്റ് amazing invention that people have found is to put their thoughts to paper and share. Yes, true, we have to pay for it. പക്ഷേ I feel like there was a time നമുക്ക് സുഹൃത്തുക്കൾ ഇല്ലാത്തൊരു കാലം, അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് ഭയങ്കര വിഷമം നടക്കുന്ന കാലത്തൊക്കെ കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അള്ളിപ്പിടിക്കാനൊക്കെ എപ്പോഴും എനിക്ക് പുസ്തകങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സോ ദാറ്റ്സ് ബുക്സ് ഫോർ മീ. ആൻഡ് ട്രാവൽ. And travel. Oh God, yes. Cherished travel memory. കേക്കട്ടെ. എത്രയോ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. You have friends all over the world. കഥാപാത്രങ്ങൾ ചോദിച്ച പോലെയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിങ്ങനെ ഞങ്ങൾ സോൺ ഔട്ട് ആയി. All the places that I've been to. The best way to meet people. ഒരേ ഒരു drawback to this profession is that it's not easy to meet people because they already have an idea of you. A preconceived notion, and they can't help it. They can't help it because നമുക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഇൻ്റർവ്യൂസിൽ പറയുന്നത് വെച്ച് അവരുടെ ലൈഫ് എക്സ്പീരിയൻസും വെച്ച് ഒന്ന് മേർജ് ചെയ്യുമ്പം ഞാൻ ഒരാളാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതിലൊരു തെറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ആൾക്കാരെ കാണണമെങ്കിൽ ഒരു രീതിയിലും എന്നെ ഒരു പ്രീകൺസീവ് നോഷനും ഇല്ലാതെ കാണണമെങ്കിൽ ഐ ഓൺലി ഹാഡ് ടു ട്രാവൽ, വിച്ച് മീൻസ് തുടക്കത്തിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കള്ളത്തരം പറയുമായിരുന്നു. ഞാൻ ആക്ടർ അല്ല എന്ന് പറയും. ടു സം പീപ്പിൾ ഞാൻ ടീച്ചറാന്ന് പറയും. സം പീപ്പിൾ ഐ വിൽ സേ ദാറ്റ് ഐ എം എ പ്രൊഫസർ ഓർ കിൻഡർ ഗാർഡൻ ടീച്ചർ. ദാറ്റ് വാസ് മൈ ഫേവറേറ്റ് ബിക്കോസ് ഡസൻ ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ദാറ്റ്. അല്ലെങ്കിൽ ആർട്ടിസ്റ്റാന്ന് പറയും. പതുക്കെയാണ് ഞാൻ ആൾക്കാരോട് ഞാൻ ആക്ടറാണെന്ന് പറയാൻ തുടങ്ങിയത്. ബിക്കോസ് ദാറ്റ് ഡസൻറ്റ്, ഈ ആക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു ഷിഫ്റ്റ് ഉണ്ട്. ദ വേ ദേ സീ അസ്, ഐദർ ദേ വിൽ ബി ലൈക്ക് ഓ സ്ട്രഗ്ലിംഗ് ആക്ടർ, യു നോ, മേ ബി വേറെ ജോലിയിൽ സൈഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ദേ ഡോണ്ട് റിവീൽ ദ ട്രൂ സെൽഫ് ടു യു ഐദർ ആഫ്റ്റർ ദാറ്റ് ഫോർ സം റീസൺ. സോ ഐ തിങ്ക് travel did that for me. Some of my best friends are from hostels that I stayed in. You know, and I think it helps me come back home to myself. വീടെന്നുള്ള ഒരു നോഷൻ ഞാനാണ് എന്നുള്ളതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ട്രാവലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബിക്കോസ് വെൻ യു ആർ അലോൺ ആൻഡ് വെൻ യു ആർ ട്രാവലിംഗ് മേ ബി യു മീറ്റ് പീപ്പിൾ ടു, പക്ഷേ യു റിയലൈസ് ആരും ഇല്ലാത്തപ്പം ഞാൻ ആരാണ്. സോ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ യു കീപ് ടേക്കിംഗ് ലെയേഴ്സ് ഓഫ്. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ ഹൗ ഐ വുഡ് ഹാവ് സർവൈവ്ഡ്. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരു നാഷണൽ അവാർഡ്, സ്പെഷ്യൽ മെൻഷൻ. ഐ എം ടോക്കിംഗ് ടു ട്വൈസ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ആൻഡ് ഒരു ഫിലിംഫെയർ അവാർഡ്സ്. എനിക്കറിയില്ല 3, 4, how many of them. ഇത്രയും അവാർഡ് നേടിയെടുത്ത ഒരു നടിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഐ ആം ഗെറ്റിംഗ് ഗൂസ് പിംപിൾസ് ആൻഡ് ഇറ്റ്സ് coming from her. I think for me also, when you're talking about it, എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. So it's, thank you for this. No, thank you. So I don't get to talk ingane. What, like I'm getting all excited like a child. This is beautiful. I want to talk about the national award. The national award nomination കിട്ടിയിട്ട് you lost to Sridevi and you got the special mention. എന്നിട്ട് ആ അവാർഡ് സ്വീകരിക്കാൻ പോയില്ല. That award came home. Now tell me about this national award. ഈ award അവിടെ മാന്റിൽ പീസിൽ ഇരിക്കുന്നുണ്ടോ? How do you see this award today? And അന്ന് റെഫ്യൂസ് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റിഗ്രറ്റ്, ഒരു അംശം റിഗ്രറ്റ് ഉണ്ടോ? മേ ബി എനിക്ക് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ ബിഹേവിയറിൽ ഇഫ് ഐ ക്യാൻ ബി കോൺസ്റ്റൻറ്റ്, മലയാളത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ തെലുഗുവിലെങ്കിൽ മേ ബി അവർക്ക് ആ ഒരു എക്സ്പീരിയൻസും കൂടി ആയിക്കോട്ടെ. മറ്റുള്ള ഒരാൾ ചോദിക്കുന്നതിൽ അത് അയാൾക്ക് കിട്ടിയാൽ എൻ്റെ നിന്ന് എന്തോ പോകുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് ഐ എം ആസ്കിങ് ഫോർ ഇക്വാലിറ്റി ഡസൻറ്റ് മീൻ ഐ എം ടേക്കിംഗ് അവേ യുവർ ഫ്രീഡം. മേ ബി ഇഫ് ഐ വാസ് എ ബാങ്കർ ഓർ ഇൻ സം അതർ ഇൻഡസ്ട്രി ഐ വുഡ് ഹവ് ഡൺ ഇറ്റ് ഡിഫറെൻ്റ്ലി ദെയർ. ബട്ട് ഇൻ ദിസ് ഇൻഡസ്ട്രി ഇത് വളരെ ലൗഡായിട്ടുള്ളൊരു സ്ഥലത്ത് ശരിക്കും ആ പ്രൊട്ടസ്റ്റ് കാണിക്കുമ്പോൾ പ്രൊട്ടസ്റ്റ് ആണെന്ന് അറിയും, എല്ലാവരും അറിയിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് ഇൻ എനി ഏരിയ ഓഫ് ലൈഫ് ഞാൻ അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമായിരിക്കും.